ഹലോ ഗൈസ്, വെൽക്കം ടു DB സ്ക്വയർ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അമ്പലത്തിലെ കുംഭഭരണി മഹാ ഉത്സവം ഇടക്കുന്നത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു നാടൻ കലാരൂപമാണ്. ഈ കലയുടെ എനിക്ക് പേരറിഞ്ഞുകൂടാ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ കലാരൂപങ്ങളും തേരും ഈ ക്ലബ്ബുകാരും എല്ലാവരോടെ ചേർന്ന് ഈ സ്ട്രീറ്റിൽ അവർ ചെയ്യാൻ പോകുന്ന പരിപാടികളുടെ ചെറിയ ഒരു ഭാഗം കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബാലേക്ക് ക്ഷേത്രം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ അമ്പലത്തിനാല് ഉത്സവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. ഒരു കുറച്ച് നേരം അവിടെ കൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല, അത് ചിലപ്പോൾ ബോറായിരിക്കും. ഞങ്ങളുടെ കരയുടെ തേരാണ് ആ നീല കളറിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞങ്ങൾ മുമ്പേ പറഞ്ഞ ആ കലാരൂപത്തിൻ്റെ ആദ്യത്തെ ചെറിയായിട്ടുള്ള ഭാഗങ്ങളും ആണ്. അവർ റെസ്റ്റ് എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന അടുത്തൊരു കരയുടെ തേര്. അവരുടെ ചെണ്ടമേളക്കാർക്ക് നല്ല ആക്റ്റീവായിട്ട് ഇരുന്ന് കൂട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് നേരം ഇവിടെ നിന്നിട്ടായിരിക്കും അവർ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴേ അവിടോട്ട് ആൾക്കാർ പുറപ്പെട്ടു. ഒരു കലാരൂപം കാണാൻ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ലുക്കാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. സ്കൂട്ടറുകാരും ബൈക്കുകാരും വരാൻ നല്ല രീതിയിൽ പാടുപെടുന്നുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നടന്നാണ്. അവിടെ ഇനി വണ്ടി വെക്കാൻ സ്ഥലമില്ലെങ്കിലോ അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു വന്ന് അമ്പലത്തിനാലി എത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അവിടെ കുറച്ച് കലാരൂപങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള കലാരൂപങ്ങൾ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ബജിക്കടയുടെ മുമ്പിലാണ്. അതുകൊണ്ടാണ് കുറച്ച് മുളകൊക്കെ കാണുന്നത്. നല്ല തിരക്കുണ്ട്. ശിവരാത്രിയുടെ കൂട്ട് പോലെ തന്നെ തിരക്കുണ്ട്. ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് വന്ന കാളയാണിത്. ഈ കാളകളെ വെറൈറ്റി ആക്കുന്ന ഈ കാളകളെല്ലാം വലിച്ചുകൊണ്ട് വരുന്നത് പെണ്ണുങ്ങളാണ്. ആ മഞ്ഞ കളറിലോ കലാരൂപത്തിനെ കാണാൻ നല്ല രസമുണ്ട്. അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗായ്സ്, നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് അവിടുത്തെ ഇപ്പോൾ LED ലൈറ്റ് വെച്ചുള്ള ഡിസൈൻ. സരസ്വതി ദേവിയാണ് മെയിനായിട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ കാളകളെ എല്ലാം കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണ്. ഓരോരോ കാളകളെ കൊണ്ടുവന്നിട്ട് അവർ കളിപ്പിക്കുകയാണ്. രണ്ടാമത് വന്നൊരു കാളയുടെ കളി തീരാണ്. കാളെ വലിക്കാനും ഇങ്ങനെ പൊക്കിയിട്ട് മാറ്റാനും ഒക്കെ എന്തൊരു പാടായിരിക്കും ഗായ്സ്. നിങ്ങൾ കാണാറില്ലേ റെഡ് ഓരോ കളർ വെച്ചുള്ള സംഭവം? അതാണിപ്പോൾ ഈ കാണുന്നത്. അതിങ്ങനെ ഇട്ട് കാണിക്കാൻ നല്ല രസമുണ്ട്. ഒരു കാളെ വീണ്ടും കളിപ്പിക്കുകയാണ്.
ഗായ്സ്, ഇത്രയും ദൂരം അവർ നടന്നു വന്നിട്ടും അവർക്കൊരു ക്ഷീണമില്ലാതെ നല്ല ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഒരു കഴിവാണ്. ഇതിലാർക്കൊക്കെ ചെണ്ട കൊട്ടാൻ ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവർ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. കാളിങ്ങനെ പൊക്കാൻ എന്തൊരു രസമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇതിപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ മന കളർ കലാരൂപത്തിൻ്റെ ആണ്, പക്ഷെ അതിൻ്റെ തലയെടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാ ഫോട്ടോകളും കാണണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.